മൂന്നാമത്തെ ടൈപ്പ് ഓഫ് റിക്വയർമെന്റ് ആണ് ചില സമയത്ത് എന്ത് ചെയ്യാറുണ്ട്, ഡെഫിഷ്യൻസീസ്, കൺട്രോൾ റെക്കമെൻഡേഷൻസ്, ടെസ്റ്റ് ഓഫ് കൺട്രോൾസ്, ഇത് മൂന്നും ഒരുമിച്ച് ചോദിക്കാറുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാം കിറ്റിൽ കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ഈ റിക്വയർമെന്റ് നോക്കിയേ, 5 ഡെഫിഷ്യൻസി ചോദിക്കുന്നുണ്ട്, കൺട്രോൾ ആക്ഷൻ ചോദിക്കുന്നുണ്ട്, ടെസ്റ്റ് ഓഫ് കൺട്രോൾ ചോദിക്കുന്നുണ്ട്. എത്ര മാർക്കിനാ? 15. അപ്പൊ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത സെയിം സിറ്റുവേഷൻ തന്നെ, നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത സെയിം ക്വസ്റ്റ്യൻ തന്നെയാ കേട്ടോ, സെയിം സിനാരിയോ ആണ്. അപ്പൊ അതിന്റെ ഡെഫിഷ്യൻസി നമ്മൾ പറഞ്ഞു, റെക്കമെൻഡേഷൻ നമ്മൾ പറഞ്ഞു. ടെസ്റ്റ് ഓഫ് കൺട്രോൾ എന്തായിരിക്കും? ടെസ്റ്റ് ഓഫ് കൺട്രോൾ എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ടെസ്റ്റ് ഓഫ് കൺട്രോൾ എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? കീ കൺട്രോൾ അറിയണം. ഇവിടെ കീ കൺട്രോൾ എന്താണ്? ഇവിടെ കീ കൺട്രോൾ എന്ന് പറയുന്നത് എന്താണ്? റെക്കമെൻഡേഷൻ ആണ്. ഇത് മനസ്സിലാക്കാതെ കേട്ടോ. ഓക്കെ, നമുക്ക് ടെസ്റ്റ് ഓഫ് കൺട്രോൾ എഴുതണമെങ്കിൽ എന്ത് വേണം? കീ കൺട്രോൾ വേണം. ഈ സിറ്റുവേഷനിൽ കീ കൺട്രോൾ എന്താണ്? റെക്കമെൻഡേഷൻ. റെക്കമെൻഡേഷൻ ആണ് കീ കൺട്രോൾ ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് എന്താ കീ കൺട്രോൾ ആയിട്ട് എന്താ പറയുന്നത്? എഡിറ്റ് റിപ്പോർട്ട് റിവ്യൂ ചെയ്യുന്നുണ്ട്, സൈൻ ഓഫ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓഡിറ്റർക്ക് എന്ത് ചെയ്യാം? കുറച്ച് സാമ്പിൾ ഓഫ് എഡിറ്റ് റിപ്പോർട്ട് എടുക്കുക, സാമ്പിൾ ഓഫ് എഡിറ്റ് റിപ്പോർട്ട് എടുക്കുക, എന്നിട്ട് ഇത് റിവ്യൂ ചെയ്തിട്ടുണ്ടോ നോക്കാം. എങ്ങനെ റിവ്യൂ ചെയ്തിട്ടുണ്ടോ നോക്കാം? സിഗ്നേച്ചർ, ഒരു സീനിയർ ഒഫീഷ്യൽ സൈൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പൊ നമുക്ക് എന്ത് കൺഫേം ചെയ്യാൻ പറ്റും? റിവ്യൂ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓൾസോ ഈ റിവ്യൂ ചെയ്തത് ഒരു സീനിയർ ഒഫീഷ്യൽ ആണെന്ന് കൺഫേം ചെയ്യാം. അത്രേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? സിമ്പിൾ.